ഭാഗ്യശ്രീ, ഇന്ന് നീ ഇത്ര ആശ്ചര്യവതിയാവാൻ കാരണം? ശശിലേഖേ, നാം ഓരോ തവണ എത്തുമ്പോഴും ഈ ഉദ്യാനം ഏറെ ഏറെ സൗന്ദര്യവതിയായി മാറുന്നുവല്ലോ. നീ പറയുന്നത് എത്രമാത്രം ശരിയാണ്. മുല്ലമലർ പൂത്തുലയുന്ന ഈ വള്ളിക്കുടിലും താമര പൂക്കളെ കൊണ്ട് പ്രകൃതി അണിയിച്ചിരിക്കുക ഈ മലർപ്പൊയ്കയും കാണുമ്പോൾ നാം മറ്റെല്ലാം മറക്കുന്നു. സമയം ഏറെയാകുന്നു സഖി, നമുക്ക് പെട്ടെന്ന് നീരാടി കയറാം. പോരാ, എനിക്ക് ഈ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കണം. താമര തേനുണ്ണാൻ അരികിലെത്തുന്ന അരയന്നങ്ങളോട് അനുരാഗ ഗാനം മേട്ടണം. മതിമറന്ന് കുളിക്കുന്നതൊക്കെ കൊള്ളാം, ഉടുതുണി നഷ്ടപ്പെടാതെ നോക്കണം. നമ്മുടെ പട്ടാമ്പരം കട്ടവന്റെ ഗതി നീ കണ്ടതല്ലേ? അശ്വിനി ദേവനെ പോലെ എത്ര സുന്ദരനായിരുന്നു അയാൾ. അയാളെ ശപിച്ച് കല്ലാക്കരുതായിരുന്നു. ആ മുഖത്ത് കണ്ട ദേവസൗന്ദര്യം എന്നെയും വല്ലാതെ ആകർഷിച്ചു. പക്ഷേ വികൃതി കാട്ടിയാൽ എനിക്ക് അനുശയില്ലേ? അതല്പ കടന്ന കൈയായി പോയി. നമുക്ക് നീരാടി കയറാം. സഖി, നിന്റെ ദിവ്യ വസ്ത്രം എടുത്തുകൊണ്ട് അവൻ വീണ്ടും ഓടുന്നു. ഹേയ്, നിൽക്കവിടെ! നമ്മുടെ ദിവ്യ പട്ടാമ്പരം തിരിച്ചു നൽകൂ.